ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കനാണ്. പെപ്പർ ചിക്കന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഇപ്പം ഞാൻ ഒരു 3 വലിയ സവോള എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി അളവിൽ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് കീറി, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം നമ്മുടെ കുരുമുളക്, അത് നല്ലപോലെ വേവിച്ച്, അത് ഒരു കൈപ്പിടി അളവിലാണ് വേവിച്ച് അരച്ച് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് നമ്മൾ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത്, അടുപ്പത്ത് നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് 50 അല്ലെങ്കിൽ 75 ml വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അത് ഒന്ന് ചൂടായി വരട്ടെ. അത് ചൂടായി വരുമ്പോഴത്തേന് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതുണ്ട്, അതും കൂടി ഇട്ട് 3 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്തേക്കുന്നത്. 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ വഴണ്ട് വരണം. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കണം. അതിനുശേഷം അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് അതൊന്ന് ഇട്ട് ഇളക്കി കൊടുക്കണം. അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഇളക്കി, ആ വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ആ മിക്സിയുടെ ജാറിൽ അരപ്പെല്ലാം കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും, പുകത്തുമില്ല. അപ്പം അതും കൂടി ഇട്ടാണ് ഞാനിപ്പോൾ ഇളക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് ഇടുക. ഇട്ടിട്ട് നമ്മളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മസാലയെല്ലാം നമ്മുടെ ചിക്കനിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണം. ആ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ മസാല ഒന്ന് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് നമ്മളൊരു 1/2 മണിക്കൂർ അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കണം. 1/2 മണിക്കൂർ മതിയാവും. ഇടയ്ക്ക് അടിക്ക് പിടിക്കും, അതുകൊണ്ട് ഇടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. എടുക്കാതെ ഞാൻ ഇളക്കിയത്. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.